ഇന്ന് ഒരു രസകരമായ അല്ലെങ്കിൽ ഇച്ചിരി വിഷമം തോന്നിക്കുന്ന ഒരു കാര്യമാണ്. കുട്ടികൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, അവരെന്തുകൊണ്ടങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് നമുക്ക് പലപ്പോഴും എനിക്ക് ഒരുപാട് തവണ ഇങ്ങനെ സംശയം തോന്നിയിട്ടുണ്ട്. ഇപ്പോഴത്തെ കുട്ടികളുടെ കാര്യമാണ്. കാരണം 3ൽ പഠിക്കുന്ന ഒരു കുട്ടി ഇന്ന് എന്നോട് പറഞ്ഞു, ടീച്ചറെ ജയിച്ചെങ്കിൽ ജയിച്ച്, തോറ്റെങ്കിൽ തോറ്റ് എന്ന് പറഞ്ഞു. പരീക്ഷയൊക്കെ സംബന്ധിച്ചപ്പോൾ നാളെ കൊണ്ട് പരീക്ഷ തീരുകയാണ്. അത് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ ഇവർക്ക് എക്സാം തീരുന്നു. ഇന്ന് അവർക്ക് സ്കൂളിൽ പഠിത്തമില്ലായിരുന്നു. 2 ചാപ്റ്ററാണ് ഒരു വിഷയത്തിൽ പഠിക്കാനുള്ളത്. അതിൽ ഈ കുട്ടി ഈ മാസം തൊട്ടാണ് വരാൻ തുടങ്ങിയത്. അപ്പം അത്രയും നാളത്തെ ഡിലേ വന്നതുകൊണ്ട് ഇത്തിരി പ്രശ്നമുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ ക്ലാസ് ഇരുത്തി കുറച്ച് പഠിപ്പിച്ചു, പറഞ്ഞ് കേൾപ്പിച്ചു. ഇനി എഴുതുമ്പോൾ എന്തുവാകുമെന്ന് അറിയത്തില്ല. അപ്പം കുട്ടികളിങ്ങനെ ഇതൊക്കെ എഴുതി പിടിച്ചൊക്കെ വരുമ്പോൾ ഒത്തിരി താമസമാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞ് ഒരു ചാപ്റ്ററെങ്കിലും ഫുള്ള് പഠിച്ചിട്ടേ പോകാവുള്ളേ, രാത്രിയിൽ കൊണ്ടാവും ഒരു ചാപ്റ്റർ തീർക്കണേ എന്ന് ഞാൻ പറഞ്ഞു. അപ്പം പറഞ്ഞു, ടീച്ചറെ നാളെ ഞങ്ങളുടെ പരീക്ഷ തീരും, നാളെ കൊണ്ട് തീരുക എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ന് ഞങ്ങൾക്ക് പഠിത്തമില്ലായിരുന്നു പറഞ്ഞു അവനിങ്ങോട്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഇന്ന് പഠിത്തമില്ലായിരുന്നു? ഇന്ന് പഠിത്തമില്ലായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നിട്ട് നീ പകൽ മുഴുവൻ എന്ത് ചെയ്യുമായിരുന്നു ഇത്രയും പഠിക്കാതെ? കാരണം ഇവിടെ ട്യൂഷൻ സെൻറ്ററിൽ വന്നതിന് ശേഷമാണ് ഈ ഇത്രയും ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചത്. അപ്പം പകൽ മുഴുവൻ പഠിക്കാതെ. ഞാൻ ചോദിച്ചാൽ എന്ത് ചെയ്യുമായിരുന്നു? അതൊന്നും ഇനി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ടീച്ചറെ, 3ാം ക്ലാസ്സുകാരൻ പറയുന്നത് എന്നോട്. ഞാൻ പറഞ്ഞു, അതെന്താ അങ്ങനെ പറയുന്നത്? കഴിഞ്ഞില്ലേ? ഞാൻ എന്തെടുക്കുമെന്ന് ചോദിച്ചിട്ട് ഇവൻ പറയുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു, എനിക്കറിയാം, അവരുടെ അച്ഛനെ എനിക്കറിയാമെന്നാണ്. ഇവിടെ വീട്ടിൽ ടെറസിൻ്റെ ഇതിൽ പണിയൊക്കെ നോക്കാം ചെയ്തതൊക്കെയാണ്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളുടെ അച്ഛൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു. അറിയത്തില്ല എന്ന് പറഞ്ഞു. അമ്മയുടെ പേരോ? അറിയത്തില്ല. ഞാൻ പറഞ്ഞേ, അച്ഛൻ്റെ അമ്മയുടെയും പേരറിയത്തില്ലെന്നോ? ഞാൻ ചോദിച്ചു, എന്തോ അച്ഛനെ വിളിക്കുന്നത്? അപ്പം പറഞ്ഞു, പപ്പ എന്തോ വിളിക്കുന്നത്, അമ്മയെന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിൻ്റെ കാര്യങ്ങളെല്ലാം ആരാ നോക്കിത്തരുന്നത്? നിനക്ക് ജോലി വല്ലതും ഉണ്ടോ? ഇല്ല. പറഞ്ഞു, ഇതെല്ലാം ചെയ്തു തരുന്ന ആരാണ്? സ്കൂളിൽ എത്ര ഫീസ്? അതിത്ര. ഇവിടെ എത്രയാണ് ഫീസ്? ഇത്ര. അപ്പോൾ ഇതൊക്കെ ആരാ കൊടുക്കുന്നത്? അവരെത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് ആ പൈസ തരുന്നതെന്നറിയോ? അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയപ്പം പുള്ളിയുടെ മാനസികാവസ്ഥയൊക്കെ അങ്ങ് മാറി. അല്ല ടീച്ചറെ, സോറി ടീച്ചറെ, ഇനി അങ്ങനെ പറയത്തില്ല, ഇനി അങ്ങനല്ലേ ഇങ്ങനല്ലേ. ഞാൻ പറഞ്ഞ, നീ പഠിച്ചാൽ നിനക്ക് മാത്രമാണ് അതിൻ്റെ പ്രയോജനം. നീ പഠിച്ചെങ്കിൽ മാത്രമേ നിനക്ക് പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. നീ മുട്ട വാങ്ങിച്ചാലും ഫുള്ള് മാർക്ക് വാങ്ങിച്ചാലും എനിക്ക് പ്രത്യേകിച്ച് പ്രയോജനങ്ങളൊന്നുമില്ല. ഞാൻ പഠിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പഠിക്കേണ്ടത് നിൻ്റെ ഉത്തരവാദിത്വമാണ്. നീ പഠിച്ചെഴുതിയാലും നിനക്ക് മാർക്ക് കിട്ടത്തുള്ളൂ. നീ ഇത്രയും ഇതായിട്ട് എന്നോട് പറഞ്ഞപ്പം അതെനിക്ക് ബുദ്ധിമുട്ടായി. കാരണം ഒരു 3ാം ക്ലാസ്സുകാരൻ ഒരു ടീച്ചറിനോട് പറയുകയാണ്. ടീച്ചർ ചോദിക്കുന്നത്, എന്താ പഠിക്കാൻ ഇന്ന് ഫുള്ള് അവധിയായിട്ടും എന്തുകൊണ്ട് പഠിച്ചില്ല എന്ന് ചോദിച്ചു. എന്തുവാ ടീച്ചറെ, ജയിക്കുന്നെങ്കിൽ ജയിക്കട്ടെ, ഇല്ലെങ്കിൽ തോക്കുന്നെങ്കിൽ തോക്കട്ടെ. ഇങ്ങനെ അലസമായ രീതിയിൽ സംസാരിക്കുന്നത് വളരെ മോശമാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞപ്പോൾ സാറ് അവിടെ ഇട്ട് വന്നപ്പോഴത്തേക്കും അവിടെ ഇല്ല. അപ്പം സാറ് അങ്ങോട്ട് വന്നു. സാറ് വന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, സാറേ ദേ പറയുന്ന കേട്ടോ. പറഞ്ഞു, ടീച്ചറെ അവന് അക്ഷരത്തിൻ്റെ കാര്യം തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. സാറ് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞു, സാറ് അച്ഛൻ്റെ അമ്മയുടെ പേര് വെച്ചിട്ട് അവനത് അറിയത്തില്ല. അപ്പോൾ സാറ് ചോദിച്ചു, എന്താണ് നിനക്ക് അച്ഛൻ്റെ അമ്മയുടെ പേര്? അതേ ഞാൻ മറന്നു പോയതാണ്. എന്താണ് അവരങ്ങനെ പറയുന്നത്? അച്ഛൻ്റെ അമ്മയുടെ പേര് അവൻ മറന്നിട്ടൊന്നുമല്ല. ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറയാൻ താല്പര്യം ഇല്ലാഞ്ഞിട്ട് അവന് അങ്ങനെ ഇത് ചെയ്തു. പിന്നെ സാറിനോട് എങ്ങനെ പറയും? എന്നോട് പറയാത്ത കാര്യം സാറിനോട് പറയുന്നത് ശരിയല്ലല്ലോ. അപ്പം എനിക്ക് മനസ്സിലാവുമല്ലോ. അവൻ്റെ ആ ബുദ്ധി ഇങ്ങനെ വേറെ രീതിയിലേക്ക് ചിന്തിച്ച് പോയതാണ്. എന്നോടൊരു അറിയില്ല എന്ന് പറഞ്ഞിട്ട് സാറ് ചോദിക്കുമ്പോൾ അറിയാവുന്ന പേര് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വലിയൊരു മിസ്റ്റേക്ക് ആകുമെന്ന് അവനറിയാം. അപ്പോൾ അവൻ ബുദ്ധിയില്ലാത്തവനാണോ? അല്ല. അവൻ്റെ ഉള്ളിലുള്ള ആ കുരുട്ട് ബുദ്ധിയാണ് അവൻ കാണിച്ചത് മുഴുവൻ. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികൾ ഇതാണ്, ഈ രീതിയിലൊക്കെയാണ് ചിന്തിക്കുന്നത്. എന്തായാലും വലിയ വലിയ മാറ്റങ്ങളാണ് കുട്ടികൾക്കുണ്ടായിരിക്കുന്നത്. നമുക്ക് ഇങ്ങനെ പറയാം അല്ലെങ്കിൽ ചോദിക്കാമെന്നല്ലാതെ കൂടുതലായിട്ടൊന്നും പറയാനും എടുക്കാനും ഒന്നും പറ്റാത്തൊരവസ്ഥയാണ്. കുട്ടികളുടെ ഭാഗത്തു നിന്നുള്ള മറുപടി അത്ര വിചിത്രമായിട്ട് നമുക്ക് തോന്നും. എന്തുകൊണ്ട് ഇതെന്താ ഇങ്ങനെ പറയുന്നതെന്ന് വരെ തോന്നിപ്പോ. അപ്പോൾ അത് കേട്ടപ്പം തന്നെ പിന്നീട് പുള്ളി ഇങ്ങനെ നമ്മൾ കാര്യം പറയുമല്ലോ, കാര്യം സംസാരിച്ച് പറഞ്ഞപ്പം കുറച്ചൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്നെന്ന് തോന്നുന്നു. അത് എൻ്റെ നിന്ന് രക്ഷപ്പെടാനല്ല ടീച്ചർ, ഇനി അങ്ങനൊന്നും പറയത്തില്ല, മനസ്സിലായി എന്നൊക്കെ പറയുന്നുണ്ട്. തൽക്കാലത്തെ ഇതിന് വേണ്ടിയിട്ടാവാം.
എന്തായാലും അത് കഴിഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് ഓർത്തു എല്ലാവരോടും ഒന്ന് പറയണമെന്ന്. അതാണ് ഞാനത് പറയാമെന്ന് കരുതിയത്. ഓക്കെ.